നമസ്കാരം. ബിജു ചെറിയാൻ മനലേത്ത്, ദ ഇൻഡ്യൂട്ടീവ് വിസ്ഡം മാസ്റ്റർ മൈൻഡ്. ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് ആറാമത്തെ നിയമമായിട്ടുള്ള ദ ലോ ഓഫ് പെർപെച്വൽ ട്രാൻസ്മ്യൂട്ടേഷൻ ഓഫ് എനർജി. ഇങ്ങനെ സെയിൽസിലും ബിസിനസ്സിലും പ്രയോജനപ്പെടുത്താമെന്ന് നമുക്ക് പഠിക്കാം. ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത്, അതായത് തുടർച്ചയായിട്ടുള്ള പഠനവും വളർച്ചയുമാണ്. അതായത് സെയിൽസിലായിക്കോട്ടെ, നമ്മുടെ നിത്യജീവിതത്തിലായിക്കോട്ടെ, നമ്മുടെ ബിസിനസ് പ്രൊഫഷനിലായിക്കോട്ടെ, ഏത് മേഖലയിലും നമ്മൾ പ്രവർത്തിക്കുമ്പോഴും ആ മേഖലയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ നമ്മൾ ലൈവായിട്ട് ആളുകളോട് ഇടപെടുന്നതായിക്കോട്ടെ, പുസ്തകങ്ങളിൽ നിന്നുള്ള നമ്മുടെ പഠനമായിക്കോട്ടെ, അനുഭവങ്ങളിൽ നിന്നുള്ള പഠനം ആയിക്കോട്ടെ, നമ്മൾ നേരിട്ടുള്ള ആളുകളുടെ ഇടപെടലായിക്കോട്ടെ, ഇവയിൽ നിന്നെല്ലാം നമുക്ക് പുതിയ പുതിയ പാഠങ്ങൾ പഠിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ അല്ല നമ്മുടെ മനസ്സുകളെ നമ്മൾ ഒരുക്കേണ്ടതായിട്ട്, നമ്മുടെ കഴിവുകളെ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തുടർ പഠനത്തിന് വിധേയരാകേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കി തരികയും നമ്മുടെ കഴിവുകൾ നമ്മളെ വളർത്തുകയും നമ്മൾ ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് ഉയരുകയും ചെയ്യും. പ്രത്യേകിച്ച് ഈ നമ്മൾ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും നമുക്ക് യൂട്യൂബിൽ നിന്നും നമ്മളെക്കാട്ട് ഉയർന്ന നിലയിൽ എത്തിച്ചേർന്ന് ആളുകളുടെ അനുഭവങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് കഴിയും. ഈ ഒരു പഠനം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ വളർച്ചയിലേക്കും സെയിൽസിലും ബിസിനസ്സിലും പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കും. അപ്പൊ തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ലേണിംഗും ഗ്രോത്തും നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റേണ്ടതാണ്. അത് നമുക്ക് ഏത് കാലത്താണെങ്കിലും നമുക്ക് പ്രയോജനം ചെയ്യുകയുള്ളൂ. എട്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റിയാണ്. അതായത് നവീകരണവും സർഗാത്മകതയും. അതായത് ഇന്നോവേഷൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി നമ്മുടെ സെയിൽസിലും ബിസിനസ്സിലും നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് വളർത്തേണ്ടതുമായിട്ടുള്ള കാര്യം ഇന്നോവേഷൻ ടെക്നിക്കുകളാണ്. അതായത് ക്രിയേറ്റിവിറ്റിയാണ്. ഇന്നോവേഷനും ക്രിയേറ്റിവിറ്റിയും നമ്മുടെ ബിസിനസ്സിലും സെയിൽസിലും നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് അത് വളർത്തിയെടുക്കുവാൻ, ആ സ്കില്ലുകൾ നമുക്ക് വളർത്തിയെടുക്കുവാൻ, ആ ഒരു ടേസ്റ്റുകൾ അല്ലെങ്കിൽ ഇന്നോവേഷൻസും ക്രിയേറ്റിവിറ്റിയും നമ്മുടെ ബിസിനസ്സിലും സെയിൽസിലും നമുക്ക് വളർത്തിയെടുക്കുവാനായിട്ട് കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരുന്ന കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, ഉപഭോക്താക്കളായിക്കോട്ടെ, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന വ്യക്തികളിലായിക്കോട്ടെ, നമുക്ക് അവരിലേക്ക് പുതുമ കൊണ്ടുവരാനായിട്ട് കഴിയും. അതായത് വീണ്ടും വീണ്ടും ഒരേ കാര്യങ്ങൾ, ഒരേ ടെക്നിക്കുകൾ പരീക്ഷിക്കുന്നതിന് പകരമായിട്ട് പുതുമയുള്ള രീതിയിൽ, അതായത് പുതിയ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാനും അവർക്ക് അതിൽ നിന്ന് പുതുമയുള്ള രീതിയിൽ ഒരു പുതിയ അനുഭവങ്ങളായി മാറുവാനായിട്ട് സാധിക്കും. ആ കസ്റ്റമേഴ്സിന് പുതിയൊരു അനുഭവമാക്കി, കസ്റ്റമേഴ്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിനകത്തൊരു അല്പം ക്രിയേറ്റിവിറ്റി ആഡ് ചെയ്താൽ, ഇന്നോവേഷൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കതൊരു പുതിയ ദൃശ്യാനുഭവം, അവർക്കൊരു ജീവിത അനുഭവമായി മാറും. അപ്പം തീർച്ചയായിട്ടും ഇന്നോവേഷൻസും ക്രിയേറ്റിവിറ്റിയും നമ്മുടെ ബിസിനസ്സിലും സെയിൽസിലും നമ്മുടെ നിത്യജീവിതത്തിലും നമ്മൾ നിർബന്ധമായും പാലിക്കേണ്ട നിയമങ്ങളിൽ ഒന്നാണ്. ദ ലോ ഓഫ് പെർപെച്വൽ ട്രാൻസ്മ്യൂട്ടേഷൻ ഓഫ് എനർജി നിങ്ങളുടെ നിത്യജീവിതത്തിലും സെയിൽസിലും നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ. മറ്റൊരു എപ്പിസോഡിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.